അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വനിതാ നിലാവ് ഖുറാനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അമലാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഈ പരിശുദ്ധ സഫർ മാസത്തിൽ നമ്മൾ ഒരുപാട് അമലുകൾ പടച്ചോനും വേണ്ടി നിയ്യത്ത് വെച്ചിട്ട് നമ്മളുടെ ഉദ്ദേശങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നിയ്യത്ത് വെച്ച് ചൊല്ലി വരുന്ന ആളുകളായിരിക്കും അല്ലേ. ദിക്കറുകൾ ഉണ്ടാകും അതിൽ, സ്വലാത്തുകൾ ഉണ്ടാകും അതിൽ, സൂറത്തുകൾ ഉണ്ടാകും അതിൽ. അപ്പോൾ നമ്മളുടെ മുറാദുകൾ ഏതാണെങ്കിലും ആ മുറാദ് നേടിയെടുക്കാൻ റബ്ബ് നമ്മളെ സഹായിക്കുന്ന ആയിരക്കണക്കിന് അനുഭവങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ വന്നിട്ടുള്ള ആ ഒരു അമലിനെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കിയാലോ. ഇൻഷാ അല്ലാ ആദ്യം തന്നെ നമുക്കതിൻ്റെ ഒരു കമൻറ്റ് നോക്കാം അല്ലേ. നമുക്കതിലേക്ക് കടക്കാട്ടില്ലേ. അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്ത് വെക്കണേ. അതേപോലെ തന്നെ ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് ഇത്തരം വീഡിയോസ് നിങ്ങൾക്കൊന്ന് എത്തിച്ചു കൊടുക്കണം. അവനൊരുപാട് നാളായി പ്രയാസത്തിലല്ലേ എന്നൊക്കെ വിചാരിക്കുന്നവരിലേക്ക് ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യാം. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കാം. ഇൻഷാ അല്ലാ നമുക്ക് ആ ഒരു കമൻറ്റിലേക്ക് ഫസ്റ്റ് തന്നെ കടക്കാം. അൽഹംദുലില്ലാ, എൻ്റെ ജീവിതത്തിൽ ഒരനുഭവം ഞാൻ ഇവിടെ പറയാനിട്ടില്ലേ. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. അത്രയും സന്തോഷത്തിലാണ് ഞാൻ ഗർഭിണിയാകാൻ വേണ്ടിയിട്ട് ഒരുപാട് നാളായിട്ട് ട്രീറ്റ്മെൻറ്റും കാര്യം എടുത്ത് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു ടൈമിലാണ് എൻ്റെ ഭർത്താവിൻ്റെ ജോലി പോകുന്നതും. എൻ്റെ ഭർത്താവിന് നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ടും ഒരു പ്രയാസവും കൂടാതെ ഞാൻ പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ടും ഒരുപാട് നാളായിട്ട് ഞാൻ റബ്ബിനോട് ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സ് നിറയെ വിഷമവും അതിലുപരി ഒരുപാട് പ്രതീക്ഷയായിരുന്നു എനിക്ക് പടച്ചോനോട്. ഈ അമൽ വിശ്വാസത്തോടു കൂടെ തന്നെ ഞാൻ ചൊല്ലി തുടങ്ങുകയാണ്. എല്ലാ ദിവസവും കുറച്ച് ദിവസം ഞാൻ എന്തായാലും മുടങ്ങാതെ ഈ ഒരു അമലിനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ചെയ്യുമ്പോഴൊക്കെ ഞാൻ പടച്ചോനിൽ പൂർണ്ണമായിട്ടൊരു പ്രതീക്ഷ വെച്ചു, എൻ്റെ റബ്ബ് എനിക്ക് തരും. കാരണം ഈ ഒരു പ്രയാസം എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുള്ളത് റബ്ബാണ്. ഞാൻ ഒരുപാട് തെറ്റൊന്നും ചെയ്തു പോയിട്ടില്ലല്ലോ. എൻ്റെ റബ്ബ് എന്നെ ഈ ഒരു പരീക്ഷിക്കുന്നത് ഇൻഷാ അല്ലാ ഇതെനിക്ക് വിജയിക്കാനുള്ളൊരു പരീക്ഷണമാണ് എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു. അൽഹംദുലില്ലാ, അമൽ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഭർത്താവിന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ നല്ലൊരു ജോലി ലഭിച്ചു. ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മറ്റൊരു സന്തോഷ വാർത്ത. ഇപ്പോൾ ഞാൻ ഗർഭിണിയാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വർഷങ്ങളായിട്ടേ മനസ്സിലുണ്ടായിരുന്ന വിഷമങ്ങൾക്ക് അള്ളാഹ് ആശ്വാസം നൽകി. എൻ്റെ കണ്ണീര് ഒരുപാട് മനസ്സിൽ തട്ടിയ കണ്ണീരായിരുന്നു. കാരണം ഈ ഒരു എന്താ പറയുക, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടൂല എന്ന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടോടത്തുനിന്ന് റബ്ബ് എനിക്കൊരു പ്രതീക്ഷയായിട്ട് ഇത്തരം അനുഗ്രഹങ്ങൾ നൽകിയപ്പോൾ ജീവിതത്തിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം വന്നു. മരിച്ചു പോയി എന്ന് തോന്നുന്നിടത്തുനിന്ന് ജീവൻ വെച്ചതുപോലെ എന്ന് പറയൂല, ആ രീതിയിലായിരുന്നു എൻ്റെ അനുഭവം. ഈ അനുഭവം ഞാൻ പങ്കുവെക്കുന്നത് ആരെയും നിർബന്ധിക്കാനല്ലേ, എന്നാൽ അള്ളാഹുവിനോടുള്ള ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, പടച്ചോ എനിക്ക് തരൂല എന്നുള്ള ആ ഒരു വാക്കുണ്ടല്ലോ, നമുക്കുള്ള ആ ഒരു തോന്നലുണ്ടല്ലോ, ആ തോന്നൽ വരാതിരിക്കാനാണല്ലേ. കാരണം ഒരിക്കലും നമുക്ക് കിട്ടൂല എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ വരെ ഈ ഒരു അമൽ കൊണ്ട് നമുക്ക് കിട്ടാൻ സഹായിക്കും. അത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു അമൽ തന്നെയാണ് അല്ലേ. നമ്മൾ ഒരിക്കലും ചെയ്യരുതാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കെൻ്റെ റബ്ബ് തരുന്നില്ലല്ലോ എന്നോർത്ത് നമ്മൾ ഒരിക്കലും പടച്ചോനോട് പ്രാർത്ഥിക്കുന്നത് നമ്മൾ നിർത്തരുത്. ഒരിക്കലും നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിക്കുന്നത് നിർത്തരുത്. ക്ഷമ ഒരിക്കലും നമ്മൾ കൈവിടരുത്. ആളുകൾ നമ്മളെ തളർത്താനും തകർക്കാനും ഒക്കെ ഉണ്ടാകും. ഒരിക്കലും നമ്മൾ കൈവിടരുത്. അതേപോലെ തന്നെ നമ്മൾ ക്ഷമ കൈവിട്ട് അതിര് കടന്ന് ഒന്നും ചെയ്യരുത്. അള്ളാഹുവിൻ്റെ സമയം ഏറ്റവും മനോഹരം തന്നെയാണ്. കാരണം നമുക്ക് ആ ഒരു കാര്യം എപ്പോഴാണ് നമ്മളുടെ കയ്യിൽ വേണ്ടത് എന്ന് പടച്ചവൻക്കറിയാം. നമ്മൾ റബ്ബിനോടൊന്ന് ചോദിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇന്ന് വിഷമിക്കുന്ന ഉമ്മമാർക്കായിക്കോട്ടെ, സഹോദരിമാർക്കായിക്കോട്ടെ, തീർച്ചയായിട്ടും ഇത്തരത്തിൽ നിങ്ങൾ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. വേഗത്തിൽ തന്നെ ഉത്തരം നൽകുകയും ചെയ്യും. നമുക്ക് എത്രയൊക്കെ അനുഗ്രഹങ്ങൾ റബ്ബ് സുബ്ഹാനഹു തആല നൽകിയിട്ടുണ്ടല്ലേ. അതൊന്നും നമുക്ക് എണ്ണിയാൽ തീരൂല. അത്രയും അധികം അനുഗ്രഹങ്ങൾ റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനോടൊക്കെ നമ്മൾ നന്ദി കാണിക്കുകയും അതേപോലെ തന്നെ എനിക്ക് തരാനുള്ള അല്ലെങ്കിൽ എനിക്ക് കിട്ടാനുള്ള ഈ ഒരു ആഗ്രഹം ഞാൻ ഈ ഒരു അമൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുകയും ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിൽ നിങ്ങൾ
റബ്ബിനോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. റബ്ബ് നൽകേണ്ടത് റബ്ബാണല്ലേ, ചോദിക്കേണ്ട കടമ ഞമ്മക്കുമാണ്. നമ്മൾ ചോദിക്കുക, തീർച്ചയായിട്ടും ഇൻഷാ അല്ലാ അതിൻ്റെ ആ ഒരു സമയമായിട്ടുണ്ടെങ്കിൽ റബ്ബ് നൽകുക തന്നെ ചെയ്യും. അപ്പോൾ ഏതാണ് ഒരു അമല് എന്ന് നമുക്ക് നോക്കാം. ആ ഒരു അമലിലേക്ക് നമുക്ക് കടക്കാം അല്ലേ. നമ്മൾ ഒരുപാട് ആളുകൾ ഓതിയിട്ടുള്ളൊരു സൂറത്തായിരിക്കും ഇത്. ഒരുപാട് ആളുകൾ ഇപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്നൊരു സൂറത്തായിരിക്കും ഇത്. പരിശുദ്ധ ഖുർആനിലെ 48ാമത്തെ ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ ഫതഹ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന സൂറത്താണ്. ഞാൻ മുമ്പ് ഈ ഒരു സൂറത്തിനെ കുറിച്ചിട്ട് ഇട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു സൂറത്തിൻ്റെ ഇത്തരത്തിലൊരു അനുഭവം വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു അമലിനെ വീണ്ടും ഇടുന്നത് അല്ലേ. ഈ ഇന്ന ഫതഹ്നാ ലക ഫതഹം മുബീന എന്ന് തുടങ്ങുന്ന ആ ഒരു സൂറത്ത്, ഈ ഒരു സൂറത്തിനെ നമ്മൾ മുഴുവനായിട്ടും ഒരു തവണ ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു തവണ നമ്മൾ ഓതുക. അതിന് ശേഷം ഈ ഒരു സൂറത്തിനെ ഓതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാമെന്നറിയോ? പരിശുദ്ധ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലെ വിജയം നൽകുന്നവൻ, തുറന്ന് നൽകുന്നവൻ എന്നർത്ഥം വരുന്ന യാ ഫത്താഹു യാ അള്ളാ എന്നുള്ള അള്ളാഹുവിൻ്റെ ഇസ്മിനെ 489 തവണ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. 489 തവണ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ആ സൂറത്ത് ഓതിക്കഴിഞ്ഞതിന് ശേഷമാണല്ലേ ഈ രീതിയിൽ നമ്മൾ ചൊല്ലേണ്ടത്. ഇത് ചൊല്ലുമ്പോൾ നമ്മൾക്ക് മനസ്സിലുണ്ടായിരിക്കണം നമ്മളുടെ കാര്യം. കാരണം എത്രയൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടും കിട്ടാത്ത ആഗ്രഹമാണ്. പടച്ചോൻ്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുന്നതല്ലേ. അപ്പോൾ ഈ ഒരു കാര്യം നിറവേറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു അമല് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഒരു ഉറപ്പുണ്ടായിരിക്കണം. ചില ആളുകൾക്ക് വേഗം ഈ ഒരു അമല് കൊണ്ട് ഉത്തരം കിട്ടും കേട്ടോ. ചില ആളുകൾക്ക് ഒറ്റ ചെയ്യലിൽ ഈ ഒരു അമലിൻ്റെ ഉത്തരം കിട്ടും. ചില ആളുകൾക്ക് കുറച്ച് ദിവസം എടുത്തേക്കും. ചില ആളുകൾക്ക് മാസങ്ങൾ കൊണ്ട് ഉത്തരം കിട്ടിയിട്ടുള്ള ആളുകളുണ്ട്. എന്താണെങ്കിലും കുറച്ച് ദിവസം നമ്മൾ ഈ ഒരു അമലിനെ മുടങ്ങാതെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇശാ മാരിബിൻ്റെ ഇടയിൽ ചെയ്യലാണ് ഒന്ന് ഉത്തമമായിട്ടുള്ള സമയത്തിൽ. നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ ഓതാനൊന്നും സമയം കിട്ടിയില്ല, വേറെയും ഒരുപാട് കാര്യങ്ങൾ ഓതാനുണ്ടെങ്കിൽ നമ്മൾ ഇശാ നിസ്കാരത്തിന് ശേഷം നമുക്കിത് ഓതാവുന്നതാണ്. ഇനി അപ്പോഴും നിങ്ങൾക്ക് ടൈമില്ല എന്നാണെങ്കിൽ നമ്മൾ സുബ്ഹ് നിസ്കരിക്കുമല്ലോ, ആ സുബ്ഹ് നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾക്കിത് ഓതാവുന്നതാണ് അല്ലേ. ഇത് ചെയ്താൽ ഫലം തീർച്ചയാണ് ഇൻഷാ അല്ലാ. നമുക്ക് എന്തെങ്കിലും ആശങ്കകളുണ്ടോ, അല്ലെങ്കിൽ എനിക്കെൻ്റെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടൂലേ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്താ പറയുക ഒരു സമാധാനം കിട്ടൂലേ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ഒരു അമലിനെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇൻഷാ അല്ലാ. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളായിക്കോട്ടെ, പ്രയാസങ്ങളായിക്കോട്ടെ, ഒരിക്കലും അതൊന്നും വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തകർന്നു പോകാതെ റബ്ബിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകാം. ഇനി നമുക്ക് മറ്റൊരു കമൻറ്റ് നോക്കാം അല്ലേ. അൽഹംദുലില്ലാ, ഈ ഒരു സൂറത്തിലൂടെ എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങൾ നിറവേറി കിട്ടിയിട്ടുണ്ട്. അതിലേറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു, ഞാൻ വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. എനിക്കൊരു വീട് വേണം എന്നുള്ളത്. ഉമ്മാൻ്റെ വീടിന് കുറച്ചടുത്തായിട്ട് ഒരു സ്ഥലമുണ്ട്. വളരെയധികം ആഗ്രഹിച്ചതായിരുന്നു അത്. എല്ലാത്തിലും ഉപരി കുടുംബം വിട്ട് ഞാൻ ദൂരെയായി പോകുമെന്നൊരു പേടിയുണ്ടായിരുന്നു. എനിക്കെൻ്റെ കൂട്ടുകുടുംബത്തിൽ കഴിയണം, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ അടുത്ത് കഴിയണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ആ ടൈമിലാണ് ഞാൻ ഈ ഒരു അമലിനെ കുറിച്ചിട്ട് കാണുന്നത്. ആ ഒരു ടൈമിൽ തന്നെ ഞാനിത് ചൊല്ലാനും തുടങ്ങി. മാഷാ അല്ലാ, ഓതി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പറഞ്ഞ വിലക്ക് തന്നെ ആ സ്ഥലം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. മറ്റൊരു കാര്യം, എൻ്റെ മകള് ഒരിക്കൽ ഇങ്ങനെ ഇത്രയും ഈ ഒരു പണം കൂടിയിരിക്കുന്ന സമയത്ത് ഗോൾഡ് കാണാതായിട്ടുണ്ട്. ഞങ്ങളതൊക്കെ എല്ലാ സ്ഥലത്തും തിരഞ്ഞു നോക്കി, പക്ഷെ കിട്ടിയില്ല. ആ ഒരു ടൈമിലാണ് ഞാൻ ഈ ഒരു അമല് കാണുകയും ചെയ്യുകയും ചെയ്തത്. അൽഹംദുലില്ലാ, വളരെ വേഗത്തിൽ തന്നെ ആ ഒരു ഗോൾഡ് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇതാണ് മറ്റൊരു കമൻറ്റ്. ഇത്തരത്തിൽ 1 2 അല്ലേ, ഇഷ്ടം പോലെ കമൻറ്റുകളാണ് ഈ ഒരു അമലിൻ്റെ താഴെ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സഫർ മാസത്തിൽ നമ്മൾ ഈ ഒരു അമലിനെ മുടക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു നഷ്ടമായിരിക്കും നമുക്ക്. ചെയ്യുമെന്ന് ഉറപ്പുള്ള ആളുകൾ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. കാരണം ആരൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നമുക്കറിയണ്ടേ, ആർക്കൊക്കെയാണ് ഫലം കിട്ടുന്നത് എന്ന് നമുക്കറിയണ്ടേ. ഇൻഷാ അല്ലാ അതിന് വേണ്ടിയിട്ടാണല്ലേ. കഴിയുമെങ്കിൽ ഒരാമീനെങ്കിലും ടൈപ്പ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്തരം അമലുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ നീക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരം
അമലുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക കൂടെ ചെയ്യാം. ഈ അറിവിനെ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടെ ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ് നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം. ദുആ വസിയത്തോടു കൂടെ നിർത്തുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു വിഷയമായിട്ട് ഇൻഷാ അല്ലാഹ് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.